ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര 22 ദിനങ്ങൾ പിന്നിടുകയാണ്. ഈ 22-ാം ദിനത്തിലും സിനിമയ്ക്ക് റെക്കോർഡ് കളക്ഷനോട് തന്നെ മുന്നോട്ട് പോവുകയാണ്. പല സിനിമകളുടെയും ആദ്യ ദിനത്തെ കളക്ഷൻ പോലെയാണ് സിനിമയുടെ ഇന്നത്തെയും കളക്ഷൻ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഇതുവരെ ലഭിച്ച കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഒപ്പം നിങ്ങളുടെ വിലയേറിയ ആ ഒരു സഹകരണമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് കയറുന്നതുമായിരിക്കും. ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത്, അതായത് 7 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 1,22,00,000 രൂപയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതും 1303 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോഴാണ്. ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 74,842 ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളതാണ്. 21% ഒക്യുപ്പൻസിയിലാണ് ഇത്രത്തോളം കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അതായത് ഇന്നത്തെ ഫൈനലായിട്ടുള്ള കളക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 1,45,00,000 രൂപ ആ റേഞ്ചിലായിരിക്കും ട്രാക്ക്ഡ് കളക്ഷനിലൂടെ. അതായത് ഇന്നലത്തിന് സമാനമായ ചെറിയ ഇടിവോട് കൂടിയുള്ള ഒരു കളക്ഷൻ ഇന്നലെ 1,80,00,000 രൂപയ്ക്കടുത്താണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് 1,70,75,00,000 രൂപ ആ റേഞ്ചിലേക്ക് എത്തുമെന്നുള്ളതാണ്. തുടർച്ചയായി 20 ദിവസങ്ങളിലും സിനിമ 20 കോടിക്ക് മുകളിൽ പോയ ചിത്രമാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ 1,70,00,000 രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷനാണ് വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 21 ദിനം കൊണ്ട് 94,75,00,000 രൂപയാണ്. ഇന്നത്തോടെ അത് 96 കോടി കടക്കുന്ന കാര്യങ്ങളും ഉറപ്പാക്കിയിരിക്കുകയാണ്. കാരണം ഇതുവരെ 1,50,00,000 രൂപയുടെ മുകളിലുള്ള കളക്ഷൻ വന്നു. ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ മാത്രം 1,21,00,000 രൂപ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഓവർസീസിൽ നിന്ന് 112 കോടി നേടിയ ഈ ഒരു ചിത്രം ഇന്നലെ വരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുമ്പോൾ 258 കോടി 50,00,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. ഇന്നത്തോടെ സിനിമ 262 കോടിയും കടന്ന് ആ ഒരു മാർക്കിലേക്ക് എത്തുകയാണ്. ഇനി മുന്നിൽ നിൽക്കുന്നത് എമ്പുരാൻ്റെ ആ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. ആ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് കണക്കുകളിൽ 265 കോടി എന്ന് പറയുന്നു. നേരത്തെ നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകളിൽ 262 കോടി. അത് എന്ത് തന്നെയായാലും അത് അത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളല്ല. കാരണം ഒരു സിനിമയുടെ ഫൈനൽ കളക്ഷൻ ഒരിക്കലും ഉറപ്പായിട്ട് ട്രാക്കേഴ്സിനോ ആർക്കും കിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണക്കുകളിലാണ്. എന്താണെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് 265 കോടി നമ്മൾ വെക്കുകയാണെങ്കിൽ തന്നെ നാളെ കൊണ്ട് സിനിമ 265 കോടി, അതായത് നാളെ കൊണ്ട് എമ്പുരാൻ ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് റെക്കോർഡാണ്. റെക്കോർഡിന് മുകളിലേക്ക് എത്തുക എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യമാണ്. ഈ റെക്കോർഡും പിന്നാലെ വരുന്ന സിനിമകൾ തകർക്കണം, എന്നാൽ മാത്രമേ അതിനൊരു രസമുള്ളൂ. അല്ലെങ്കിൽ വെറുതെ കണക്കുകളിലൂടെ പോയതുകൊണ്ട് കാണികളായ നമുക്ക് സന്തോഷങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് കേൾക്കുമ്പോഴും പറയുമ്പോഴുമൊക്കെ ഒരു സന്തോഷമുണ്ട്. വീണ്ടും ഉയർച്ചയിലേക്ക് മലയാള സിനിമ പോകട്ടെ എന്ന് തന്നെ. ഇനി 300 കോടിയാണ് സിനിമയുടെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. സിനിമ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. വെള്ളി, ശനി, ഞായർ ദിനങ്ങളിൽ നിന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 12 കോടിയോളമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സിനിമയ്ക്ക് പുതിയ സ്ഥലങ്ങളിൽ റിലീസും കാര്യങ്ങളുമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദിയിൽ സിനിമ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹിന്ദിയിൽ സിനിമ ഒരു രക്ഷയുമില്ലാത്ത ലെവലിലേക്കുള്ള പോക്കാണ്. ഇന്ത്യക്കകത്ത് മാത്രമല്ല പുറത്തും ഹിന്ദി റിലീസുകൾ കൂടുന്നു എന്നുള്ളതാണ്. ഹിന്ദിയിൽ നിന്ന് മാത്രമായി 4,10,00,000 രൂപയ്ക്ക് മുകളിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ്. ഹിന്ദി വെർഷൻ ചെക്ക് റിപ്പബ്ലിക്കിൽ റിലീസായിട്ടുണ്ട്. അതുകൂടാതെ ഇനിയും പുതിയ സ്ഥലങ്ങളിലേക്ക് സിനിമ ഉണ്ട് എന്നുള്ളതാണ്. ഓസ്ട്രേലിയൻ ബോക്സ് ഓഫീസിൽ നിന്ന് $1 മില്യൺ തൂക്കിയ സിനിമ നോർത്ത് അമേരിക്കയിൽ നിന്ന് 2 മില്യണും കഴിഞ്ഞിരിക്കുകയാണ്. സിനിമ അങ്ങനെ ഓരോ ദിവസവും പുതിയ റിലീസുകളും കാര്യങ്ങളുമായി വരുന്നു. പുതിയ ചാപ്റ്റർ 2 വേണ്ടിയുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ വരുന്നു. എന്താണേലും ഇന്ന് ഫിജിയിലും സിനിമയുടെ റിലീസ് ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ വന്നാണ്. അവിടെയും ഹിന്ദി റിലീസ് തന്നെയാണ്. ഇതിനോടകം തന്നെ തമിഴിൽ നിന്ന് 21 കോടിയിലേക്ക് സിനിമ എത്തുകയാണ്. മലയാളം വെർഷനും തമിഴ് വെർഷനും കൂടെ ചേർന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുകയാണ് ഈ ഒരു സിനിമ. എന്താണേലും മഞ്ഞുമൽ ബോയ്സിൻ്റെ തൊട്ട് പിന്നാലെ ഈ സിനിമ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെ. അതായത് 60 കോടിക്ക് മുകളിലാണ് അവിടെ തമിഴ്നാട്ടിൽ നിന്ന് നേടിയിരിക്കുന്നത്. ഇനി സിനിമയ്ക്ക് കേരളത്തിലൊരു ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കണമെങ്കിൽ ഏറെക്കുറെ 21 കോടി 22 കോടിയോളമാണ് ലഭിക്കേണ്ടത്. ഒരു 38 കോടിയോളമാണ് സിനിമയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 300 കോടിയിലേക്ക് എത്താൻ. അതൊക്കെ വളരെ സിമ്പിളായിട്ട് എത്തും. ഓരോ ദിവസവും സിനിമയ്ക്ക് ആവറേജ് 4 കോടിക്ക് മുകളിലാണ് വർക്കിംഗ് ഡേയ്സിൽ ലഭിക്കുന്നത്. വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് അത് 8 തൊട്ട് 9 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയുമാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം മികച്ച രീതിയിൽ പോവുകയാണെങ്കിൽ അതൊരു വേറെ തലത്തിലേക്ക് എത്തും. ഇനിയും ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസർ ഓഫ് മലയാളം എത്താൻ വെറും 3 കോടി ആ റേഞ്ചിൽ മാത്രമാണ് ഡിഫറൻസിൽ നിൽക്കുന്നത്. 2.5-3 കോടി എന്നുള്ളത്. എന്താണേലും തകർത്തുകൊണ്ട് തന്നെ സിനിമ മുന്നോട്ട് കുതിക്കുകയാണ്. ഒരു രക്ഷയുമില്ലാതെ ആകുകയാണ്. ഈ ഒരു സിനിമയുടെ കാര്യങ്ങൾ പറയുമ്പോൾ വേറെ ഒന്നുമല്ല, പ്രതീക്ഷയ്ക്കൊക്കെ മുകളിലേക്കുള്ള ഒരു പോക്ക് തന്നെയാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എടുത്തു പറയാനുള്ള ഒറ്റ നെഗറ്റീവേ ഉള്ളൂ, പ്രൊമോഷൻ ഇന്നും
ഒരു പെർഫെക്റ്റ് ആയിട്ടില്ല. ഇത്ര പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതിനുമൊക്കെ മുമ്പേ സിനിമ വലിയ രീതിയിലേക്ക് കളക്ഷൻ നേടാൻ കഴിഞ്ഞേനെ. എന്തായാലും അഭിപ്രായത്തിൻ്റെ കാര്യത്തിൽ അതിന് യാതൊരു കോംപ്രമൈസുമില്ല. അത്ര ഗംഭീരം എന്നുള്ളത് തന്നെയാണ് സിനിമയ്ക്ക് പുറത്തു വരുന്ന അഭിപ്രായങ്ങളെല്ലാം തന്നെ ഇതുവരെ കണ്ട എല്ലാവരും. ഹിന്ദി മേഖലയിലും എല്ലായിടത്തും സിനിമയ്ക്ക് വലിയ പ്രശസ്തിയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.